അതുപോലെ എന്താ ക്വോഷ്യന്റ് റൂൾ പഠിച്ചിരുന്നു അല്ലേ ഇന്നലെ. ഇക്വേഷൻസ് ഇന്നലെ പറഞ്ഞു. പിന്നെ പ്രൊഡക്റ്റ് റൂളും അതുപോലെ ക്വോഷ്യന്റ് റൂളാണ്. എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ വന്നത്? പ്രൊഡക്റ്റ് റൂൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. പിന്നെ ക്വോഷ്യന്റ് റൂൾ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഓൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയർ. ഈസി അല്ലേ? അപ്പൊ അതില് നമ്മൾ ഇന്നലെ പ്രൊഡക്റ്റ് വെച്ചിട്ടുള്ള ചോദ്യം എന്താണ് ഇന്നലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രൊഡക്റ്റ് ഉപയോഗിച്ചൊരു ചോദ്യം ചെയ്തിരുന്നു സമയത്ത് അല്ലെ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. സൈൻ എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സൈൻ എ എക്സ് പ്ലസ് ബി ഓൾ ഡിവൈഡഡ് ബൈ കോസ് സി എക്സ് പ്ലസ് ഡി. ഇതാണ് എന്ത് വരുന്നത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷൻ വരുന്നത്. ഇതെങ്ങനെ കവർ ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്താ ഇവിടെ വരുന്നത്? ക്വോഷ്യന്റ് റൂൾ ആണ് വരുന്നത് അല്ലെ. അപ്പൊ മുകളിലുള്ളത് ഏത് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം? ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. താഴെയുള്ളത് ഏത് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം? സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടും എടുക്കാം. അപ്പൊ ഇതില് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നേരിട്ട് ഡിഫറൻഷ്യൽ എഴുതി പോവാണ് ചെയ്യാറ് അല്ലെ. ഇതില് ഒരു സ്റ്റെപ്പ് മാഷ് എന്ത് ചെയ്യണ്ടേ? എക്സ്ട്രാ എഴുതിട്ട് അത് നിങ്ങൾ ചെയ്യണമെന്നില്ല, നേരിട്ട് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. ഒന്ന് മനസ്സിലാവാൻ കുറച്ചുകൂടി എന്താണ് എളുപ്പത്തിന് ഈ സ്റ്റെപ്പ് കയറ്റി എഴുതി പോവാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും നമുക്ക് ബോർഡിൽ ശ്രദ്ധിക്കാം. പക്ഷെ ഇതിൽ ചെയ്യാം. അപ്പൊ ആദ്യം dy by dx എന്നെടുത്ത് എഴുതാം ഈക്വൽ ടു d by dx ഓഫ് y. y ക്ക് പകരം എന്ത് കൊടുക്കാം? sin ax plus b all divided by cos cx plus d. എത്രപ്പല്ലോ? അതായത് ആ y ക്ക് പകരം നമ്മൾ അത് എന്ത് ചെയ്തു? അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പോ എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പില് ഫസ്റ്റ് ഫംഗ്ഷൻ ആരാണ്? sin ax plus b. സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? cos cx plus d. അപ്പൊ എന്ത് വരും? sin ax plus b എന്തുകൊണ്ടാണ്? ഫസ്റ്റ് sin ax plus b ആണോ വരിക? അല്ല, സെക്കൻഡ് ഫംഗ്ഷൻ ആണ് അല്ലേ. എന്താ വരിക? cos cx plus d. എന്തുകൊണ്ടാണ്? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ എന്താണ്? d by dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? sin ax plus b മൈനസ് അല്ലേ, മൈനസ് ഏതാണ്? ഏത് ഫംഗ്ഷനാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ. അതൊരു ബ്രാക്കറ്റ് ഇട്ട് ചെയ്യാം. sin ax plus b ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ആരാണ്? സെക്കൻഡ് ഫംഗ്ഷൻ. അതായത് cos cx plus d all divided by ആരാണ്? സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയർ. അതായത് cos cx plus d യുടെ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ വരിക? cos സ്ക്വയർ cx plus d. സമയത്തിന് എത്തിക്കോളൂ. ഓക്കെ, അപ്പൊ cos സ്ക്വയർ cx plus d സെക്കൻഡ് ഫംഗ്ഷന്റെ ഹോൾ സ്ക്വയർ. എതിർപ്പില്ലല്ലോ. ഇനി അത് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ നോക്കും അല്ലെ. ഹോൾ ശ്രദ്ധിച്ച്. അപ്പൊ എന്ത് വരും? cos cx plus d ഇൻറ്റു ആദ്യം ആരുടെ ഡിഫറൻഷ്യലാ? സൈൻ. സൈന്റെ ഡിഫറൻഷ്യൽ ആരാ? cos അല്ലെ. അപ്പൊ cos ആരാ? ax plus b ഇൻറ്റു a. എന്താ ഇൻറ്റു a? സൈന്റെ ഉള്ളിൽ ആരുണ്ട്? ax plus b ഉണ്ട് അല്ലെ. ax ന്റെ ഡിഫറൻഷ്യൽ എന്താ? പ്ലസ് ബി. ബിയുടെ ഡിഫറൻഷ്യൽ എത്രയാണ്? 0. അപ്പൊ എഴുതി മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് sin ax plus b ഇൻറ്റു cos ന്റെ ഡിഫറൻഷ്യൽ ആദ്യം. cos ന്റെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് sin cx plus d ഇൻറ്റു c. ശരിയല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ എന്താണ് വരിക? cos സ്ക്വയർ cx plus d. അപ്പൊ ഒന്ന് ഭംഗിയാക്കി എഴുതാം നമുക്ക് അവനെ. അപ്പൊ a ഞാൻ ആദ്യം എഴുതുന്നുണ്ട്. a ഇൻറ്റു cos cx plus d ഇൻറ്റു cos ax plus b പ്ലസ് അത് പെട്ടെന്ന് ഒരു പ്ലസ് ഈ മൈനസും കൂടെ എന്താക്കി? പ്ലസ് ആക്കി. കുഴപ്പമില്ലല്ലോ, രണ്ടും കൂടെ എന്താക്കി? പ്ലസ് ആക്കി. ബാക്കി എന്താ വരിക? സി ഉണ്ട് ഇവിടെ അല്ലെ. സീനെ എടുത്ത് എഴുതി sin ax plus b all ഇൻറ്റു ആരാ? sin cx plus d all divided by ആരാണ് വരിക? cos സ്ക്വയർ cx plus d. എന്താ വരിക? cos സ്ക്വയർ cx plus d. കുഴപ്പമില്ലല്ലോ. അത്രയാണ് എന്ത് വരുന്ന ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. എങ്ങനെയാ? ഫ്രാക്ഷൻ രണ്ട് സൈഡിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോസും കട്ട് ചെയ്ത് കളയാം അല്ലെ. മറ്റോടത്ത് എന്ത് ചെയ്യാം? ഓരോന്ന് വീതം കട്ട് ചെയ്യാം.
ഇതുവരെ ചെയ്തതിന്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം, അത് കാണുന്നില്ല. ഇന്നലത്തെ ക്ലാസ്സിന് വരാത്തവരായിരിക്കും കൈ പൊതിച്ച്. ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടല്ലോ. ഒരു ഷിപ്പ് കൂടെ ചെയ്യാം. ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചിട്ടോ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചേ. ഈ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതട്ടെ പക്ഷെ ഈ ഫ്രാക്ഷൻ ഈ പ്ലസിൽ സ്പ്ലിറ്റ് ചെയ്യാം. എളുപ്പമില്ലല്ലോ. കംപ്ലീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കാണിച്ചു തരാം. അപ്പൊ എന്താ വരിക? a cos cx plus b into cos ax plus b all divided by ആരാ പറഞ്ഞേ? cos square cx plus b plus ശ്രദ്ധിക്കുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്ലസ് ഇട്ടു, എന്നിട്ട് ഇതേ ബൈ ഇത് ചെയ്യണം അല്ലേ? ഇതിന് ഡിവൈഡ് ചെയ്യണം, മറ്റേ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ വരിക? c sin ax plus b into sin cx plus d all divided by ആരാ? cos square cx plus d. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു cos cx plus d ഉണ്ട്. അപ്പൊ ഇവിടത്തെ എന്ത് ക്യാൻസൽ ആവും? സ്ക്വയർ ക്യാൻസൽ ആവും. പിന്നെ ഇവിടെ വലുത് ക്യാൻസൽ ആവോ? ഇല്ല. പക്ഷെ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, നോക്കാം. ബോർഡ് ശ്രദ്ധിച്ചേ. അപ്പൊ a എടുത്ത് എഴുതി. പക്ഷെ ഇവിടെ മുകളിൽ ആരുണ്ട്? ഓൾറെഡി ഒരു cos ax plus b ഉണ്ട് into 1 by cos cx plus d. 1 by cos എന്ന് പറഞ്ഞാൽ ആരാ? 1 by cos ആരാ? ഒക്കെ പറഞ്ഞേ, sec. അപ്പൊ എന്താ വരിക? sec cx plus d. എന്താ സംഭവിച്ചേ? a എടുത്ത് എഴുതി, cos ax plus b എടുത്ത് എഴുതി, പിന്നെ 1 by cos cx plus d ആണ് അതിന് പകരം എന്ത് എഴുതി? sec എന്ന് എഴുതി. സമയത്തിന് എത്തിക്കോളൂ. പ്ലസ് അല്ലെ? c എടുത്ത് എഴുതി. ഇവിടെ ബോർഡ് ശ്രദ്ധിക്കട്ട, ബോർഡ് ശ്രദ്ധിക്കും. ഇതും ഇതുമെല്ലാം കാണിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? രണ്ടിന്റെ ആംഗിൾ വേറെ വേറെ സാധനങ്ങളാണ് അല്ലെ? ഒന്ന് ax plus b യും മറ്റൊന്ന് cx plus d ആണ്. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സൈൻ മാറുമോ? ഇല്ല. സൈൻ എന്ത് തന്നെ ഇടാൻ പറ്റുള്ളൂ? സൈൻ ax plus b തന്നെ ഇടാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ആണോ? അതെ. ഇനി സൈൻ cx plus d ബൈ അടിയിലുള്ള ഒരു കോസ്. മുകളിലുള്ള സൈൻ cx plus d, അടിയിലുള്ള എത്ര കോസ്? ഒരു രണ്ട് കോസ് ഇല്ലേ അടിയിൽ? കോസ് cx plus d ഇൻറ്റു കോസ് cx plus d ആണ്. അതാണ് കോസ് എന്തായിട്ട് നിൽക്കണേ? സ്ക്വയർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ സൈൻ ബൈ കോസൈൻ എന്താക്കാം? പറഞ്ഞേ, tan cx plus d ആക്കാം ഇൻറ്റു, പിന്നെ ഇവിടെ എന്തുണ്ട്? 1 ബൈ അടിയിൽ ആരും കൂടി ഉണ്ട്? 1 ബൈ ഒരു കോസ് ഉണ്ട്. അതാരാ? sec. അപ്പൊ എന്താ ആൻസർ വരിക? ഇൻറ്റു sec പറഞ്ഞേ cx plus d. sec കോമൺ ആയിട്ട് പുറത്തെടുത്ത് എഴുതാം. ഇവിടെ നിർത്തിക്കോ, കുഴപ്പമില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ചോദിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. എഴുതി പഠിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ മാസം ഗ്യാപ്പിലൊന്നും നോക്കണം. ഇവിടെ ഈ ഡെസ്കിൽ തട്ടായിരിക്കും കേട്ടോ, അപ്പൊ അത് മാറും. ഇന്നലത്തെ ക്ലാസ് മാഷ് അപ്ലോഡ് വേഗം. മനസ്സിലാക്കിയിട്ട് ചെയ്യാട്ടാ എന്താ അവിടെ സംഭവിക്കണേ. ഓരോ ഘട്ടത്തില് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്റ്റാർട്ടിങ്ങിലാണ് ചോദിച്ചത് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമാവും. ചെയ്ത് പഠിച്ചു കൊണ്ടുവരിക, കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു കൊണ്ടുവരിക. ചെയ്ത് പഠിച്ചോ നേരത്തെ ചെയ്ത് നോക്കട്ടെ. പറഞ്ഞോളെ
വേഗം എഴുതി എടുക്കട്ടോ. എന്താ ചെയ്ത് കഴിഞ്ഞോ? എല്ലാ കണക്കുണ്ട് അതില്. എന്തായി കഴിഞ്ഞോ? അടുത്തേക്ക് കിടക്കാം. ഹെഡിങ് കൊടുക്കുക, ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നതാണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എന്താണ് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്, അതുപോലെ എന്താണ് എക്സ്പ്ലിസിറ്റ് ഫങ്ഷൻസ്? ഇപ്പൊ ഒരു ഇക്വേഷൻ, ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരുന്നത്? പറഞ്ഞേ, y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മറ്റേ സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? മറ്റേ സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ്. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലെ വേരിയബിൾ മുഴുവൻ ആരാണ്? എക്സ് ആണ്. അപ്പുറത്തെ സൈഡിലെ വേരിയബിൾ മുഴുവൻ ആരാണ്? എക്സ് ആണ്. ആണോ? അതെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരികയാണ്, x പ്ലസ് വൈ ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് y ഈക്വൽ ടു എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പറഞ്ഞേ, 5 മൈനസ് എക്സ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ സൈഡിൽ y എന്ന് പറയുന്ന വേരിയബിൾ, മറ്റേ സൈഡിൽ x എന്ന് പറയും. സോ വി ക്യാൻ എക്സ്പ്രസ് ആസ് y ഈക്വൽ ടു ഇൻ ടേം ഓഫ് ഓൺലി വൺ വേരിയബിൾ അല്ലെ? y നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ഏത് വേരിയബിളിന്റെ ബേസിസിൽ? ഏതെങ്കിലും പറയേ ഒരു വേരിയബിളിന്റെ പ്രസന്റേഷനിൽ മാത്രമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം വേറെ ചില ഇക്വേഷൻസ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഒരേ സമയം ഇംപ്ലിസിറ്റിലും എക്സ്പ്ലിസിറ്റിലും ഒക്കെ ഈ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ഇക്വേഷൻ ബോർഡിൽ ശ്രദ്ധിച്ച്, ഒരു പ്രോബ്ലം ആണ്, തൽക്കാലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരും. ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഇതിന് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ മാത്രം കൊണ്ടുവരുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ y നെ മാഷ് ഇവിടെ നിർത്തി. അപ്പൊ എന്താ വരിക? cos x മൈനസ് സൈൻ y. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതി, പക്ഷെ അപ്പുറത്ത് എന്താ പ്രശ്നം? x ഉണ്ട്, y ഉണ്ട്. മറ്റേ സൈഡിൽ ആര് വരാൻ പാടില്ല? പറഞ്ഞേ, y വരാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. ഇനി സൈൻ y ന് y നെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്ത് കളയരുത്. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡെറിവേറ്റീവ്സ് കാണാം, എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ? y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തെ x മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറയോ? പറ്റില്ല. എന്താ പറഞ്ഞത്? y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ x മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആയിട്ടൊന്നും പഠിക്കണ്ട, പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? എന്താ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? എക്സ്പ്ലിസിറ്റിന്റെ പ്രശ്നം അല്ല. എക്സ്പ്ലിസിറ്റ് എന്തായിരിക്കും? അപ്പൊ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പറയേ, y ഈക്വൽ ടു അപ്പുറത്ത് ആര് മാത്രം? x മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യാം. അതാണ് എന്ത് ഫംഗ്ഷൻസ് വരിക? ഉറക്കെ പറഞ്ഞേ, എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് വരിക. അങ്ങനെ പറ്റാത്ത ആളുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? നമുക്ക് കാണേണ്ടത് dy/dx ആണ്. കാണേണ്ടത് എന്താ? dy/dx ആണ്. dy/dx കാണാൻ ഇംപ്ലിസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ് അതാത് ടേമുകൾ അവിടെ തന്നെ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാത് ടേമുകൾ അവിടെ തന്നെ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ശ്രദ്ധിക്കുക കേട്ടോ. അതാത് ടേമുകൾ അവിടെ തന്നെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നോക്കാം. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിച്ചേ, എക്സാമ്പിൾ 24. എക്സാമ്പിൾ 24 തുടങ്ങാം, തീർക്കാം. എക്സാമ്പിൾ 24 ശ്രദ്ധിക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു പൈ. ഇത് ഇംപ്ലിസിറ്റ് ആണോ എക്സ്പ്ലിസിറ്റ് ആണോ? ഇത് എക്സ്പ്ലിസിറ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ വൈ ഈക്വൽ ടു എന്നിട്ട് എക്സ് മാത്രമുള്ള ടേം ആവില്ലേ? അവിടെ ശരിയല്ലേ? ഇത് എക്സ്പ്ലിസിറ്റ് അല്ലേ? അതെ. പക്ഷെ നമുക്ക് ചെയ്യാം, ഇംപ്ലിസിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാവുന്നേ ഉള്ളൂ. നിർത്തി എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് സെക്ഷൻസിൽ ഇട്ടിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ആരാ? എക്സ്. വിത്ത് റെസ്പെക്ട് ടു ആരാ? എക്സ്. എന്തുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്? ചോദ്യം വരെ എങ്ങനെയാണ്? എന്താ ചോദ്യം വരിക? ഫൈൻഡ് ഏതാ? dy ബൈ dx. അപ്പൊ നമുക്ക് കാണേണ്ട എന്താ, ആരുടെ ഡിഫറൻഷ്യലാ പറഞ്ഞേ? y യുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ആരാ? എക്സ്. അപ്പൊ ഇത് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്, ശ്രദ്ധിക്കട്ടോ. ഫസ്റ്റ് എക്സ് നിർത്തി പൊരിക്കുക എന്ന് പറയാൻ വേണ്ടി അവിടെ തന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പറഞ്ഞു ആദ്യം എക്സിന്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കേട്ടോ. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ആരാ? എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ആരാ? പറയേ വൈ. പിന്നെ ആരാ? ഡി ബൈ ഡി എക്സ് ഓഫ് ആരാ? വൈ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എത്രയാ? 1 കഴിഞ്ഞാൽ പഠിച്ചിട്ടുള്ളല്ലേ? എക്സിന്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എത്രയാ? 1 ആണ്. മൈനസ് വൈയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? dy ബൈ dx എന്ന് വിളിക്കുന്നത്, ശരിയല്ലേ? മറ്റേത് എത്രയാ? 0. പൈ ഈസ് എ കോൺസ്റ്റന്റ്, സോ d by dx of pi is equal to 0. അപ്പോൾ കാര്യം ചെയ്യാം, ഈ മൈനസ് dy by dx ന്റെ മാഷ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ 1 ഈക്വൽ ടു എന്താ വരിക? dy by dx. അപ്പൊ ഉത്തരമായി എന്താ ആൻസർ? dy by dx ഈക്വൽ ടു 1. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നും ചെയ്തുകൂടെ? എങ്ങനെ? x മൈനസ് y ഈക്വൽ ടു പൈ അല്ലേ? y ഈക്വൽ ടു എന്താ വരിക? x മൈനസ് പൈ. സംശയമില്ലല്ലോ എഴുതിയല്ലേ? y അങ്ങോട്ട് കൊണ്ടുപോയി പൈ ഇങ്ങോട്ട് കൊണ്ടുപോകും, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ തന്നെയല്ലേ വരിക? y യുടെ ഡിഫറൻഷ്യൽ dy by dx, x യുടെ ഡിഫറൻഷ്യൽ 1, പൈ യുടെ ഡിഫറൻഷ്യൽ 0. അത് തന്നെയാണ് വരിക, വേറൊരു രീതിയിൽ ചെയ്തത് മാത്രം, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇതാ ചെയ്ത് അവസാനിപ്പിച്ച് എക്സാമ്പിൾ 24. ഇനി പതുക്കെ എന്ത് ചെയ്യണം, കൂടെ ചെയ്തു വരണം കേട്ടോ. മാഷ ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം, ചെയ്തു വരണം. കുഴപ്പമില്ലല്ലോ. അടുത്തത് കൂടെ എന്ത് ചെയ്യാം, മാഷ ചെയ്തിട്ട് ചെയ്യാം. അതിന്റെ അടുത്തോട്ട് എന്ത് ചെയ്യാം, കൂടെ പിടിച്ചോളൂ. ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറും. എഴുതി പഠിച്ചോണ്ട് കാണിച്ചതേ. മനസ്സിലാക്കി തന്നെയല്ലേ ചെയ്താണ്? ഇത് കണ്ടോ മോളെ, ഇവിടെ ഡി ബൈ ഡി ടി ഒക്കെ വന്നിട്ടല്ലോ, ഡി എക്സ് അല്ലേ? അത് മനസ്സിലാക്കി ചെയ്യൂട്ടോ. ഇവിടെ ഒക്കെ ഡി ടി ആയിട്ടാണ്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒക്കെ ഡി ടി ആയിട്ടാണ്. അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാം സോൾവ് ചെയ്തിട്ടില്ലേ? ഇതിന് ഓട്ടാണോ? അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോളൂ കേട്ടോ. എക്സാമ്പിൾ 2 എക്സൈസിൽ 1 2 3 ഡി ടി അല്ല ടേബിൾ മാറ്റിയിരിക്കും കേട്ടോ. എന്തായി എഴുതി കഴിഞ്ഞാ മക്കളെ? ശ്രദ്ധിച്ചേ. ഇനി അടുത്ത എന്താ വരിക നമുക്ക്? അടുത്തത് എക്സാമ്പിൾ 25 എഴുതിക്കോ. എക്സാമ്പിൾ 25. അപ്പൊ എക്സാമ്പിൾ 25 എന്ത് കാണിക്കാം എന്നുള്ളത് പരിശോധിക്കാം. വളരെ ഈസിയാണ്. എക്സാമ്പിൾ 25. എക്സാമ്പിൾ 25, ഫൈൻഡ് dy by dx. ഫൈൻഡ് dy by dx if y plus sin y, നമ്മൾ നേരത്തെ എഴുതിയ പ്രോബ്ലം അല്ലേ? y plus sin y is equal to cos x is equal to cos x. അവ എന്താ ചെയ്യേണ്ട മക്കളെ? എക്സ്പ്ലിസിറ്റ് ആണെന്ന് മനസ്സിലായില്ലേ? സോറി, എക്സ്പ്ലിസിറ്റ് അല്ല, ഇതെന്താ ഇംപ്ലിസിറ്റ് ആണെന്ന് മനസ്സിലായി ആണോ? അതെ. നിർത്തി ഡിഫറൻഷിയേറ്റ് ചെയ്യാം, നിർത്തി പൊരിക്കാന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞപ്പോ ആദ്യം എഴുതണ്ട. ഇതുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത പ്രോബ്ലം തൊട്ട് നിങ്ങൾ കൂടെ ചെയ്തു വരണം കേട്ടാ. പറഞ്ഞേ ആദ്യം ആരാ? വിത്ത് റെസ്പെക്ട് ടു ആരെ? x. അപ്പൊ എന്താ dy by dx പ്ലസ് മക്കളെ
ശ്രദ്ധിക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ എത്ര ഫംഗ്ഷൻ ഉണ്ട്? 2 ഫംഗ്ഷൻ ഉണ്ട്. ഏതൊക്കെയാ? സൈനും ഉണ്ട്, വൈയും ഉണ്ട്. സൈനും ഉണ്ട്, വൈയും ഉണ്ട്. ഇല്ലേ? വൈ വേറെ ഫംഗ്ഷൻ അല്ലേ? അതെ. സൈൻ എക്സിന്റെ ടേബിളാണോ? അല്ല. ഇപ്പൊ സൈൻ എക്സ് ആണെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല. സൈനും ഉണ്ട്, അതിൽ എക്സും ഉണ്ട്. പക്ഷെ എക്സിന്റെ ഡിഫറൻഷ്യൽ എത്ര വരിക? 1 അല്ലേ? കൂടുതൽ ശ്രദ്ധിച്ച്. ഇപ്പൊ സൈൻ എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സൈനിന്റെ ഡിഫറൻഷ്യൽ കോസ് എക്സ്, പിന്നെ ആരാ? എക്സിന്റെ ഡിഫറൻഷ്യൽ 1. എക്സിന്റെ ഡിഫറൻഷ്യൽ എത്രയാ? അപ്പൊ സൈൻ വൈ എന്ന് പറയുമ്പോൾ ആദ്യം ആരാ ഡിഫറൻഷ്യൽ? സൈന്റെ ഡിഫറൻഷ്യൽ. പിന്നെ ആരാ ഡിഫറൻഷ്യൽ? വൈയുടെ ഡിഫറൻഷ്യൽ. പിന്നെ ആരാ ഡിഫറൻഷ്യൽ? വൈയുടെ ഡിഫറൻഷ്യൽ. ഐഡിയ മനസ്സിലായോ? ഇത് ശ്രദ്ധിക്കും. ഇത് കഴിഞ്ഞ പഠിച്ച നമ്മള് ഇല്ലല്ലോ? ഇത് പഠിച്ചിട്ടില്ല. ചെയിൻ റൂൾ ഇന്നലെ പഠിച്ചല്ലേ? ചെയിൻ റൂൾ തന്നെയാണ് അവിടെ ചെയ്യണേ. നമ്മളിപ്പോ സൈൻ എക്സ് സ്ക്വയർ ആണെങ്കിൽ ആദ്യം സൈന്റെ ഡിഫറൻഷ്യൽ, പിന്നെ ആരാ? എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ. എക്സ് സ്ക്വയർ വേറെ ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സ് അല്ലാണ്ട് എന്ത് വന്നാലും, എക്സ് അല്ലാത്ത എന്ത് സാധനം പാരാമീറ്ററിൽ വന്നാലും, പാരാമീറ്റർ എന്ന് വെച്ചാൽ സൈന്റെ ആംഗിൾ ആയിട്ട് വന്നാലും നമ്മൾ അതിനെ കൂടെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒന്നുകൂടെ ഭാഷ റിപ്പീറ്റ് ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ്. എക്സ് അല്ലാത്ത എന്തൊരു സാധനവും സൈന്റെ പാരാമീറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനെയും കൂടെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? പിടിയിട്ടിട്ട. അപ്പൊ അതിന്റെ ഡിഫറൻഷ്യൽ പറഞ്ഞു ഭാഷക്ക്. ആദ്യം ആരാ അവിടെ? സൈൻ ആണ്. അപ്പൊ പറഞ്ഞേ സൈന്റെ ഡിഫറൻഷ്യൽ എന്താ? കോസ്. കോസ് ആരാ? കോസ്. കോസ് എക്സ് ആണോ വൈ ആണോ? കോസ് വൈ. ചെയിൻ റൂള്. അപ്പൊ ആരാ? ഇൻടു. ഇനി വൈയുടെ ഡിഫറൻഷ്യൽ ആരാ? dy by dx ഈക്വൽ ടു കോസ് എക്സ് ന്റെ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ എക്സ്. നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തോട്ടെ ഞാനത്. ഡി ബൈ ഡി എക്സ് എഴുതുന്നില്ല, കുഴപ്പമില്ലല്ലോ. എഴുതണ്ട, ഇനി അത് പുഷ് ചെയ്ത് പോവാം. ശ്രദ്ധിക്കാട്ടോ, ശ്രദ്ധ കളയിരിക്കും. പോയാ കയ്യിൽ പോയിട്ട് ആകെ ഗ്രിപ്പ് പോവും, മൊത്തത്തിലാ പോവാ, ഒലിച്ചങ്ങോട്ട് പോവും. പിന്നെ നിങ്ങൾ ഇവിടെയും പഠിക്കില്ല, ക്ലാസ്സിൽ പോയിട്ട് അവിടെയും എന്താണ് പഠിക്കില്ല. പിന്നെ ഇത് ജീവിതത്തിൽ പഠിക്കില്ല, നടക്കില്ല. മനസ്സിലാവുണ്ടാ പറയുന്നത്. പിന്നെ അവസാനം കഴിഞ്ഞിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്നത് എന്താ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാ? നോട്ട് ചെയ്ത് പോവാ. ഇതുവരെ സംശയമില്ലല്ലോ? പെർഫെക്റ്റ് അല്ലേ? അടുത്തേക്ക് കിടക്കട്ടെ. അപ്പൊ എന്താ വരിക മക്കളെ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഒന്ന് പറയടാ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? dy by dx. ഈ സെക്ഷൻ എടുക്കാം. ഇതിൽ കോമൺ ആയിട്ടുള്ള സാധനം എന്താ? dy by dx. ആ dy by dx കോമൺ ആയിട്ട് വിളിക്കാം. അപ്പൊ ആരൊക്കെ വരും? dy by dx dy by dx പുറത്തേക്ക് പോകുന്നു. ആരാ? പ്ലസ് dy by dx പുറത്തേക്ക് പോകുന്നു. ആരാ? പറഞ്ഞേ. കോസ് y ഈക്വൽ ടു ആരാ? അപ്പൊ ഈ dy by dx ഇവിടെ നിർത്തുക. എന്നിട്ട് ഇവനെ അങ്ങോട്ട് വിടുക. മക്കളെ ഇത് അങ്ങോട്ട് പോകുമ്പോ എങ്ങനെ പോവാ? താഴേക്ക് അല്ലേ? y ആയിട്ടല്ലേ വരിക? അപ്പൊ എന്താ വരിക? മൈനസ് സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് y. ഇത്രയേ ഉള്ളൂ സംഗതി. കഴിയും. പ്രശ്നമില്ലല്ലോ? സംശയം എന്താ? ചെയ്തൂടെ? വേഗം ചെയ്തേ. കറക്റ്റ് ആയിട്ട് ചെയ്യാം, മനസ്സിലാക്കി ചെയ്യാം. ചെയ്ത് പഠിച്ചു കൊണ്ടുവന്നണ്ട എല്ലാവരും. നോക്കുമ്പോ കാണാണ്ടാവിരിക്കോട്ടാ. മനസ്സിലായില്ലേ? കറക്റ്റ് പിടിച്ചപ്പോ പോളോട്ടാ. കഴിഞ്ഞ വർഷം പോലെ ആവിരിക്കോ? പിന്നെ തോന്നില്ല സാധനം പ്രാവശ്യം.
ശ്രദ്ധിക്കണം മക്കളെ. നമ്മളിത് പ്രോബ്ലം ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് ഇപ്പൊ ശ്രദ്ധിക്കുക. ആകെ കൊളാക്കിയിരിക്കുക അവസാനം. ഇപ്പൊ ഈ പ്രോബ്ലം വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈൻ എന്ത് ചെയ്യുക എപ്പോഴും കീപ്പ് ചെയ്യാം. മനസ്സിലായോ? ഒരു ലൈൻ കീപ്പ് ചെയ്ത് ഇംപ്ലിസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇട്ട് വന്ന കാരണം ഈക്വൽ ടു നടക്കില്ല. അപ്പൊ ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ എങ്ങനെയാ വരിക? dy/dx ഇവിടെ വരുന്നത് അല്ലെ? ആണോ? അല്ലേ? ഇനി അടുത്തത് ഈക്വൽ ടു ഇവിടെ ഇടുക, ഇവിടെ ഇടുക, ഇവിടെ ഇടുക. കൺട്രോൾ ചെയ്യുക പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പൊ എന്താ കാണാൻ ഒരു എന്തുണ്ടാവും? ഒരു സിമ്മട്രി ഉണ്ടാവും അല്ലെ? ഒരു രസം ഉണ്ടാവും കാണാൻ. ഉത്തരൊക്കെ കറക്റ്റ് ആണ്. മനസ്സിലായോ? കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ശരിയല്ലേ പറഞ്ഞത്? പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും അതുപോലെ ബുക്കിൽ എഴുതുമ്പോഴേ പിന്നെ വേറെ കാര്യം പറ്റുകയാണെങ്കിൽ വലിയ ബുക്കിലേക്ക് മാറ്റിക്കും. മനസ്സിലായോ? ഈ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്നലെ കൺട്രോൾ ഒക്കെ ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ഈ സാധനം ഇങ്ങനെ എന്തായി വരികയാണ്? വലുതായി വരിക. ആണോ? വലുതായി വരുമ്പോ അപ്പൊ എവിടെ കൊള്ളില്ല? ബുക്കില് കൊള്ളില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങോട്ട് എഴുതേണ്ടി വരും? താഴേക്ക് എടുത്ത് എഴുതേണ്ടി വരും. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോ ചിലപ്പോ ഇപ്പൊ താഴേക്ക് എഴുതുന്ന സ്റ്റെപ്പ് അന്ന് നോക്കുമ്പോ എന്താണ് വേറെ സ്റ്റെപ്പായിട്ട് തോന്നുക. മനസ്സിലാവുണ്ടോ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ എഴുതിയ ഒരു സ്റ്റെപ്പ് ഇതാണ് നോട്ട്ബുക്ക്. ചെറിയ ബുക്ക് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ നടുക്കിലായിരിക്കും ഈക്വൽ ടു ഉണ്ടാവുക. ചിലപ്പോ ഇപ്പൊ ഈക്വൽ ടു പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്തു പെട്ടെന്ന് വലുതാകുമ്പോൾ ഇവിടെ വന്ന് എഴുതി പിന്നെ ഇവിടേക്ക് എഴുതേണ്ടി വരും. അപ്പൊ കാണുമ്പോ നമുക്ക് പഠിക്കാനൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ അത് തെറ്റിയിരിക്കാനുള്ള സാധ്യത എന്താ കൂടുതലാണ്. അപ്പൊ കുറച്ച് വലിയ ബുക്ക് ആക്കുക അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ. എന്നിട്ട് അതിലേക്ക് പകർത്തിയിട്ട് വരും. വലിയ ബുക്ക് മേടിച്ചോ. ഇങ്ങനത്തെ വലിയ ബുക്കില് അപ്പൊ അത്യാവശ്യം എഴുതി നീളൊക്കെ കിട്ടും. പിന്നെ അത് ഭയങ്കര കുഞ്ഞു ബുക്ക് ആക്കുമ്പോ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ചെയ്യാൻ പോണ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാം സ്റ്റെപ്സ് കൂടുതലുണ്ടാവും. അപ്പൊ നിങ്ങൾ വലിയ ബുക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിൽ തന്നെ എന്ത് കിടക്കുന്നുണ്ടാവും? ആ ചോദ്യം എല്ലാ സ്റ്റെപ്സ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്യണം? മറിച്ച് നോക്കേണ്ടി വരും. മനസ്സിലാവുണ്ട? അപ്പൊ കുറച്ച് വലിയ ബുക്ക് ഒന്നും മാറ്റമുണ്ടാവില്ല. അത് മാത്രം മതി. ബാക്കി നിങ്ങൾ എവിടെയെങ്കിലും എഴുതിക്കും, കുഴപ്പമില്ല. മാക്സ് ഈ പാഠങ്ങൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കറക്റ്റ് ഒരു നോട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കറക്റ്റ് ഒരു നോട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചോളൂ. ഇതിന് മാത്രമായിട്ട് ഒരു പുസ്തകം വയ്ക്കുക. ഒരു വലിയ പുസ്തകം മേടിച്ച് വയ്ക്കുക. കറക്റ്റ് അതുപോലെ ഈ നമ്പറൊക്കെ ഇടുന്നില്ലേ? എക്സാമ്പിൾ 21, 24 എക്സൈസിന്റെ നമ്പർ എല്ലാ പ്രോബ്ലം മാഷോട് സോൾവ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നുപോലും വിടുന്നില്ല. ക്ലിയർ? ലക്ഷ്യത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് പഠിക്കണമെങ്കിൽ നോട്ട് എടുത്ത് സുഖമായിട്ട് പഠിക്കാം. നോട്ട് കറക്റ്റ് ആയിട്ട് എന്നെ കാണിക്കണം കേട്ടോ. മനസ്സിലായോ? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നോട്ട് എപ്പോഴെങ്കിലും കാണിച്ചു തരണം കേട്ടോ. ഒരാഴ്ച കൊടുക്കണം. ഈ സാധനം മാത്രം കറക്റ്റ് ആയിട്ട് എഴുതി കൊണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? ബുക്ക് ക്ലിയർ ചെയ്തു. അപ്പൊ ഒരാഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ അപ്പൊ ഒരാഴ്ചത്തെ നോട്ടിൽ നല്ല ദിവസം ഇരുന്ന് എഴുതുന്നുണ്ടോ? ഒരു മാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം എഴുതി ഉണ്ടാക്കേണ്ടി വരും. അതിലിപ്പോ ഏതോ ഒരാഴ്ച നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതി പോവാ. അപ്പൊ ബുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തോളൂ. ഭയങ്കര കുഞ്ഞു പുസ്തകങ്ങൾ ഉപയോഗിക്കണവര് ഇത് ഇങ്ങനത്തെ ഒരു സാധനം ആയതുകൊണ്ടാണ്. ഇത് സെറ്റ് ചെയ്താ കുഴപ്പമില്ല. അപ്പൊ ഈ കൊണ്ടിട്ട് ഒരു ഫ്രെയിമിൽ ചെയ്ത് പോക്കോളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. ഇനി എഴുതി പഠിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ. നോക്കാം. അടുത്തത് എക്സാമ്പിള്. അപ്പൊ ഇനി ശ്രദ്ധിക്കുക മക്കളെ. ഇനി കൂടെ എന്ത് ചെയ്യുക? ചെയ്തു വരിക കേട്ടോ. പക്ഷെ കൂടെ ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുക? ചെയ്തു പോകുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ മതി ഉത്തരങ്ങൾ. എക്സാമ്പിൾ കഴിഞ്ഞാൽ ഇനി എക്സൈസ് 5.3 രണ്ട് സെക്ഷൻ ആയിട്ട് ചെയ്യണം. എക്സൈസ് കറക്റ്റായിട്ട് ഹെഡിങ് കൊടുത്തിട്ടോ. എക്സൈസ് 5.3 ഒന്നാമത്തെ ചോദ്യം എല്ലാത്തിലും dy/dx കാണുന്നതാണ് കേട്ടോ. 2x plus 3y is equal to sin y. 2x plus 3y is equal to sin y. അപ്പോളേ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ കൊല്ലൊക്കെ എല്ലാത്തിലും d/dx എന്ന് പറഞ്ഞാണ് തുടങ്ങാറുണ്ട്. നേരിട്ട് ചെയ്യരുത്. തൽക്കാലം കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഒഴിവാക്കും. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അത് എക്സ്പ്ലിസിറ്റ് ആണോ ഇംപ്ലിസിറ്റ് ആണോ? ഇംപ്ലിസിറ്റ് ആണ്. എന്താ സാധനം? ഇംപ്ലിസിറ്റ് ആണ്. ആണോ? അതെ. കാരണം ഇവിടെ വൈയും ഇവിടെ ആരാ? സൈൻ വൈയും ആണ് അല്ലെ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാം. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നമ്മള് അവിടെ തന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവിടെ തന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നടുക്കിൽ ഈക്വൽ ടു ആയ കാരണം ഈക്വൽ ടു തുടങ്ങില്ല. അപ്പൊ ഈ പറഞ്ഞ ഡിഫറൻഷ്യല് 2xന്റെ എഴുതണോ? d/dx ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അതിന്റെ ഇടയിലുണ്ട്. എന്താ? d/dx ഓഫ് 2x d/dx ഓഫ് 3y. അങ്ങനെ അത് ഞാൻ എഴുതുന്നില്ല. കുഴപ്പമുണ്ട. നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ പറഞ്ഞു 2xന്റെ ഡിഫറൻഷ്യൽ ആരാ? ഓർത്ത് പറയടാ. 2 ആണോ? 2xന്റെ ഡിഫറൻഷ്യൽ ആരാ? 2. 2xന്റെ ഡിഫറൻഷ്യൽ ആരാ? 2 പ്ലസ് 3y ഡിഫറൻഷ്യൽ ആരാ? 3. പക്ഷെ അവിടെ അപ്പുറത്ത് ആരാ? y. അപ്പൊ ഏതിന്റെ ഡിഫറൻഷ്യൽ എഴുതണം? y യുടെ ഡിഫറൻഷ്യൽ എഴുതണം. അപ്പൊ 3 into dy/dx equal to sin y യുടെ ഡിഫറൻഷ്യൽ എന്താ? പറയ എല്ലാവരും പറ. sin y യുടെ ഡിഫറൻഷ്യൽ എന്താ? cos y.
ഇൻറ്റു y ആയതുകൊണ്ട് dy ബൈ dx. എതിർപ്പില്ലല്ലോ. ക്ലിയർ അല്ലേ? ഈ സാധനത്തിന് അങ്ങോട്ട് കൊണ്ടുപോകട്ടെ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇത് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ എന്ത് മാത്രം വരും? 2 മാത്രം വരും. അപ്പൊ cos y ഇൻറ്റു dy ബൈ dx ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോ -3 ഇൻറ്റു dy ബൈ dx. അപ്പൊ 2 ഈക്വൽ ടു dy ബൈ dx ഇൻറ്റു y. ഇനി ഇത് കോമൺ ആയിട്ട് dy ബൈ dx പുറത്തെടുക്കാം. അപ്പൊ എന്താ വരിക? cos y മൈനസ് 3. അത് ഇങ്ങോട്ട് കൊണ്ടട്ടെ. അപ്പൊ ഇത് എന്താവും? പറഞ്ഞേ ബൈ ആവും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ cos y മൈനസ് 3 ഈക്വൽ ടു എന്താ? dy ബൈ dx. കുഴപ്പമില്ലല്ലോ. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യാട്ടോ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിക്ക്, തിരക്കൂട്ടല്ലേ. ഈ സാധനം വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് 2 ഇങ്ങോട്ട് കിടത്താം, അപ്പുറത്തേക്ക് കിടത്താം. അങ്ങനെയും ചെയ്യാം. മനസ്സിലാവണ്ട? അങ്ങനെ ചെയ്തിട്ട് പഠിച്ചേ. അപ്പൊ ഇവിടെ ഒരു മൈനസ് മുകളിൽ വരും, അടിയിലത്തെ സാധനം എങ്ങനെ വരും? തിരിഞ്ഞിട്ട് വരും. അത്രയേ ഉള്ളൂ. ഇതാ ചെയ്തേ. അപ്പൊ കഴിഞ്ഞു. കൂടെ ചെയ്തിട്ടില്ല, അടുത്തോട്ട് കൂടെ ചെയ്ത് വരണം കേട്ടാ. അത് കഴിയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. നമുക്കൊരു എത്രണ്ണം തീർക്കണം? 10 9 ഉണ്ട്. സമയം എന്തായി? 8 മണിയാവും. ആയി എന്തിട്ടാടാ ആൽത്തന്നെ വന്നിട്ട് ഉറങ്ങ. 8 മണിയായിട്ട് ഉറങ്ങിയില്ലെന്നല്ലേ? എന്തായിരുന്നു പരിപാടി? പറഞ്ഞോ. സിനിമ ഉണ്ടോ? കോൾ ചെയ്ത് കളിക്ക്. ശരി. എത്ര മണി വരെ? ആരടാ? 4 മണി വരെ കോളാ? വീഡിയോ കോളാണോ? എന്തായി? കഴിഞ്ഞോ? അടുത്ത് കൂടെ ചെയ്തു തരാം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. നോക്കാം. 2x plus 3y 2x plus 3y equal to sin x. സോറി, sin x അല്ല, sin y. വേഗം പറഞ്ഞു. 2x ന്റെ ഡിഫറൻഷ്യൽ എല്ലാവരും പറയണ ഒരു മിനിറ്റ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ എല്ലാവരും ഏതാ ചെയ്തേ? നേരത്തെ sin x അല്ലായിരുന്നേ, sin y ആ ചെയ്തേ. അപ്പൊ ഇത് sin x ആയിരിക്കും. മാറിയതാ. കറക്റ്റ് ആയോ? ഇത് 2 എക്സൈസ് പ്രകാരമാണെങ്കിൽ ഇത് എത്രയാ? ഇതൊന്നും, മറ്റേത് എന്താണ്? 2 ആണ്. എന്തിനു കിട്ടോ? കുഴപ്പമില്ല. അടുത്ത ചോദ്യം വേഗം ഡിഫറൻഷ്യൽസ് പറഞ്ഞേ. 2x ന്റെ ഡിഫറൻഷ്യൽ 2 പ്ലസ് 3y ന്റെ ഡിഫറൻഷ്യൽ. ആദ്യം 3 നെ മാറ്റി നിർത്തി. ഇനി അവിടെ ആരുടെ ഡിഫറൻഷ്യൽ ഉണ്ട്? y ന്റെ ഡിഫറൻഷ്യൽ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടിട്ട് എന്ത് എഴുതണം? dy ബൈ dx. വെരി ഗുഡ്. sin x ന്റെ ഡിഫറൻഷ്യൽ പറയേ. ആരങ്ങോട്ട് കൊണ്ടുപോവാം? 2 അങ്ങോട്ട് കൊണ്ടുപോവാം. കൂടെ ചെയ്തു കേട്ടോ. അപ്പൊ 3 into dy by dx equal to cos x minus 2. അപ്പൊ dy by dx എന്താ വരിക? dy by dx equal to cos x minus 2 all divided by എത്രയാ? 3. all divided by എത്രയാ? 3. ഉത്തരം ശരിയാണോ നോക്കട്ടെ കേട്ടോ. ആദ്യത്തെ എന്താ വന്നത്? നമുക്ക് cos x minus 2 by 3. നേരത്തെ എന്താ വന്നത്? 2 by cos y minus 3 അല്ലേ വന്നത്? ഉത്തരം എപ്പോഴും എന്ത് ചെയ്യുക? ശരിയാണോ നോക്കുക കേട്ടോ. ഒരു കാര്യം വേണ്ട. മനസ്സിലാവണ്ട. വീട്ടിൽ പോകുമ്പോഴേ നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കുമ്പോഴും കിട്ടിയ ഉത്തരം ശരി. ആദ്യം നിങ്ങൾ ഇത് എങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കണേ? അത് കോപ്പി അടിച്ചു കൊണ്ടുവരല്ല വേണ്ട കേട്ടോ. മനസ്സിലായോ? തന്നെ ചെയ്യാൻ നോക്കുക. വീട്ടിൽ പോയിട്ട് ഒരു കണക്ക് എഴുതുക. ക്ലാസ്സിൽ നിന്ന് ഓർത്തെടുത്തിട്ട് എന്ത് ചെയ്യുക? തന്നെ ചെയ്യാൻ പറ്റും നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോ എവിടെ പരിശോധിക്കുക? ബുക്കില് പരിശോധിക്കുക. ആൻസർ എപ്പോഴും ചെക്ക് ചെയ്യുക. വേറെ എന്ത് ചോദ്യം ചെയ്യുമ്പോൾ എപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ചെയ്ത് കിട്ടിയ ഉത്തരം എന്താണെന്ന് നോക്കുക. എപ്പോഴും ശരിയാണോ നോക്കണം കേട്ടോ. മനസ്സിലാവുണ്ടാ പറയണേ? ശരിയാണോ നോക്കണം. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ഞാൻ തെറ്റിക്കാറുണ്ട്. ചിലപ്പോൾ തെറ്റിക്കും, കുറച്ചേ തെറ്റിക്കും. അത് തെറ്റും. തെറ്റാണ് സ്വാഭാവികമാണ്. പെട്ടെന്ന് ഒരു മൈനസോ പ്ലസോ മാറിപ്പോയി നമ്മൾ ഉത്തരം എന്താ തെറ്റി എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഉത്തരം നോക്കാണ്ട് പോയി കഴിഞ്ഞാൽ എന്താ? ആ തെറ്റായിട്ടുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചു പോകും. മനസ്സിലാവുണ്ട? അപ്പൊ ഒരു അഹങ്കാരവും വേണ്ട. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ചെയ്ത ഉത്തരം ശരി തന്നെയാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് നോക്കും. അടുത്ത് 3ലേക്ക് കിടക്കാം. 3 എഴുതുക. ax plus by square. ax plus by square equal to ax plus by square equal to cos y. ഓക്കെ, നോക്കാം.
പറഞ്ഞേ ഓരോരുത്തരായിട്ട് ചോദിക്കാൻ ഞാൻ അല്ലെ പുറകിൽ നിന്ന് പറഞ്ഞു അവളുടെ പേരെന്തായിരുന്നു നിഫിയ നിഫി ഇന്നോ എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ എ കിട്ടിയില്ലെങ്കിൽ കാണിക്കുന്നത് ബി വൈ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ ജിൻവിയ അല്ലേ ഇവര് പറഞ്ഞേ ജിൻവിയ പറഞ്ഞേ ബി വൈ സ്ക്വയർ ആരെ കോൺസ്റ്റന്റ് ബി കോൺസ്റ്റന്റ് ആണ് ബിനെ മാറ്റി നിർത്തി എതിർപ്പില്ലല്ലോ വൈ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ പറയാൻ പറ്റുമോ ഐഡിയ പറഞ്ഞുതരാം അതായത് ശ്രദ്ധിക്കാം എല്ലാവരും ശ്രദ്ധിക്കണം വളം കൂട്ടല്ലേ അതായത് ഇത്രയേ ഉള്ളൂ പോലെ എക്സ് റൈസ് ടു എന്നിന്റെ ഡിഫറൻഷ്യൽ എന്താ എന്നിന്റെ എക്സ് റൈസ് ടു അതായത് എക്സ് ക്യൂബിന്റെ ഡിഫറൻഷ്യൽ എന്താ അപ്പോ 3 into x raised to n minus 1 എന്ന് പറയുമ്പോൾ 3 minus 2 അപ്പൊ x raised to 3 ന്റെ ഡിഫറൻഷ്യൽ എന്താ 3x square x raised to 4 ന്റെ എന്താ പറഞ്ഞു പ്രശ്നം ഇല്ലേ അപ്പൊ ആ y സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ അതുപോലെ പറഞ്ഞു 2y വെരി ഗുഡ് കറക്റ്റ് അല്ലേ 2y അപ്പൊ 2y എഴുതി പക്ഷേ അവിടെ 2y ആണല്ലേ ആരാണ് y അപ്പൊ എന്ത് വരും കൊണ്ട് വരുന്നത് പറഞ്ഞ എന്താ വരിക അവിടെ എന്ത് കൂടെ വരും dy by dx കൂടെ വരും വരില്ലേ dy by dx കൂടെ വരില്ലേ അവിടെ വരുമോ എന്തുകൊണ്ടാ y യുടെ ഡിഫറൻഷ്യൽ അവിടെ മാർക്ക് ചെയ്യണം അല്ലെ അപ്പൊ അത് കൂടെ അവിടെ നിന്ന് ആഡ് ചെയ്യണം അത്രേ ഉള്ളൂ മുന്നിൽ പറഞ്ഞേ ഇനി ആരാ cos y യുടെ ഡിഫറൻഷ്യൽ ആരാ ഇല്ല മൈനസ് sin y മാത്രമാണോ വരിക അല്ല അല്ലേ അല്ല വരുന്നത് ആന്റി ആയിരുന്നു അല്ലെ ഇവളുടെ പേര് പറഞ്ഞു ആൻവിയ ഇതായിരുന്നു ആൻവിയ അത് ആൻലിന്യല്ലേ പിന്നെ കുഴപ്പം ശരി ആൻലിയ എന്നല്ലേ പേര് ആൻലി ലീലി അല്ലെ ശരി ആൻവി ആൻവി അപ്പൊ ഇതിൽ എന്തും കൂടെ എഴുതണം നമ്മള് എന്തുകൂടെ അപ്പുറത്ത് പറഞ്ഞേ dy by dx കൊണ്ട് പേരെന്തായിരുന്നു സോന പേരൊന്ന് ശരി വരുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു ശരിയാക്കാം ഇതുവരെ ഓക്കെ അല്ലേ മക്കളെ പ്രശ്നമില്ലല്ലോ ഇനി എന്താ ചെയ്യണ്ടേ ആര് ഒരുമിച്ച് കൊണ്ടുവരിക dy by dx കാരെ ഒരുമിച്ച് കൊണ്ടുവരിക അപ്പൊ ഒരു കാര്യം ചെയ്യും ഇവിടെ ശ്രദ്ധിച്ചേ കൂടെ ഇതും ചെയ്തോട്ടോ ഈ സെക്ഷൻ ഉണ്ടല്ലോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇങ്ങോട്ട് കൊണ്ടുവരാം ഇവനെ ഇങ്ങോട്ട് വിടാം അപ്പുറത്തേക്ക് വിടാം അപ്പൊ എന്താ വരിക ഇത് ഭംഗിയാക്കിട്ട് എഴുതണ്ടേ മാഷെ 2by into dy by dx plus sin y into dy by dx എന്താ പെട്ടെന്ന് പ്ലസ് ആയത് മൈനസ് ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ആവില്ലേ ഇവിടുത്തെ എ അങ്ങോട്ട് പോയി അപ്പൊ എന്താവും മൈനസ് എ ആവും കോമൺ ആയിട്ട് ആരെ എടുക്കാം dy by dx എടുക്കാം അല്ലെ സോ dy by dx കോമൺ ആയിട്ട് എടുക്കുമ്പോ കൂടെ ചെയ്തു പോന്നോ 2by പ്ലസ് ആരാ ബാക്കി sin y ഈക്വൽ ടു മൈനസ് എ ഈക്വൽ ടു എന്താ മൈനസ് എ അപ്പൊ എന്താ വരിക മക്കളെ dy by dx ഈക്വൽ ടു dy by dx equal to minus a all divided by 2by plus ആരാണ് sin y 2by plus sin y ഇനി ഇത് അങ്ങടെ ഇങ്ങടെ കൊണ്ടുപോകണം എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട അത് എങ്ങോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം കൊണ്ടുപോകട്ടോ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയിട്ട് എഴുതാം അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ ഫോർമാറ്റിൽ ചെറിയൊരു എന്തുണ്ടാവുമെന്ന് മാത്രം വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം അതൊരു പ്രശ്നമാക്കണ്ട ക്ലിയർ കുഴപ്പമില്ലല്ലോ മനസ്സിലാവണല്ലേ അടുത്തിലേക്ക് കിടക്കട്ടെ സ്പീഡ് ആക്കട്ടെ ഇനി ഇത് അടുത്തത് 3 ചെയ്തില്ലേ എത്ര ഇനി 4 എഴുതാം 4 xy plus y square equal to tan x plus y ഇങ്ങനെയാണ് ബന്ധപ്പെട്ടാണ് ഓക്കെ tan x plus y അപ്പൊ എന്ത് വരും മക്കളെ ശ്രദ്ധിക്കുക അപ്പൊ എന്താ വരിക ഒന്ന് പറഞ്ഞേ ഭക്ഷണം ആദ്യം ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ xy എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം x into y ഒന്ന് പറഞ്ഞേ x ഇതിപ്പോ നമ്മൾ അവിടെ പോയിട്ട് x ന്റെ ഡിഫറൻഷ്യൽ 1 y യുടെ ഡിഫറൻഷ്യൽ അങ്ങനെയാണോ അല്ല x ഒരു ഫംഗ്ഷൻ y വേറൊരു ഫംഗ്ഷൻ ഞാൻ ഇതിൽ മാത്രം അങ്ങനെ ഒന്ന് സ്റ്റെപ്പ് ആക്കി എഴുതുന്നുണ്ട് എങ്ങനെ d by dx ഓഫ് എന്ത് ചെയ്യണം x കൂടെ xy ചെയ്യണം d by dx ഓഫ് എന്ത് ചെയ്യണം പറയേ y സ്ക്വയർ ചെയ്യണം ഇനി ഇവിടെ ശ്രദ്ധിച്ചേ ഇവിടെ ബ്രാക്കറ്റ് എന്താ ഇവിടെ എത്ര ഫംഗ്ഷനാ എത്രന്നത് രണ്ടാണല്ലേ tan x ഒന്ന് y വേറെ ആണോ ബ്രാക്കറ്റ് ഉണ്ടെങ്കിലോ tan x plus y ഒന്നായി ഓക്കെ
അപ്പൊ d by dx of ആരാ? d by dx of tan x plus d by dx of ആരാ വരിക? y. d by dx of ആരാ വരിക? y. മക്കളെ പറഞ്ഞേ, ഏത് റൂളാ? ഏത് റൂളാ? പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് പറഞ്ഞേ. ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? ആണോ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ ആരാ? സെക്കൻഡ് ഫംഗ്ഷൻ y. y ഡിഫറൻഷ്യൽ എന്താ? dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? y ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്, അതായത് x ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 1. x ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? ആ സെക്ഷൻ ഓക്കെ അല്ലേ? കൺഫ്യൂഷനിലല്ലോ. കൂടെ കൂടെ ചെയ്തു വന്നു. പ്ലസ് ഓരോരുത്തരോട് ചോദിക്കാം, y സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? അൽവീന എന്നല്ലേ പേര് പറഞ്ഞേ? പറഞ്ഞ അൽവീന. y സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? 2y. 2y മാത്രാണോ? അല്ല, ഇൻറ്റു dy by dx. വെരി ഗുഡ്. ഈക്വൽ ടു tan x ന്റെ ഡിഫറൻഷ്യൽ എന്താ? 6 സ്ക്വയർ x പ്ലസ് ആരാ? dy by dx. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? ആരെ മാത്രം ഒതുക്കാം? dy by dx കാരം ഒതുക്കി പഠിക്കാം അല്ലെ? ഇവിടെ y-യിലെ dy by dx ഉണ്ടാ? ഉണ്ടോ? ഇതിനെങ്ങോട്ട് വിടാം? ഇതിനെങ്ങോട്ട് വിടാം? അപ്പുറത്തേക്ക് വിടാം. ഇവിടെയുള്ള dy by dx എങ്ങോട്ട് വിളിക്കാം? എങ്ങോട്ട് വിളിക്കാം? അപ്പോൾ ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഒരു x ഇൻറ്റു dy by dx ഉണ്ട്, പിന്നെ ഒരു പ്ലസ് 2y ഇൻറ്റു dy by dx ഉണ്ട്, പിന്നെ ആരാ? മൈനസ് dy by dx ഉണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 സ്ക്വയർ x കിട്ടും. ഈ y എങ്ങടെ പോയേ? അപ്പുറത്തേക്ക് പോയി. അപ്പൊ എന്താ? മൈനസ് y. അപ്പൊ dy by dx നെ എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? x പ്ലസ് 2y മൈനസ് എത്രയാ? മൈനസ് എത്രയാ? 1 ഈക്വൽ ടു എന്താ? 6 സ്ക്വയർ x മൈനസ് y. അപ്പൊ dy by dx എന്താ വരിക? dy by dx ഈക്വൽ ടു 6 സ്ക്വയർ x മൈനസ് y all divided by x പ്ലസ് 2y മൈനസ് 1. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെയ്ത് എത്തിക്കണം കേട്ടോ. 4. പറയൂ. ഒരു മിനിറ്റ്. 6 സ്ക്വയർ x മൈനസ് y ബൈ x പ്ലസ് 2y മൈനസ് 1 ചെയ്തു. ഈ കൂടെ കൂടെ ചെയ്ത് വരിക കേട്ടാ. കൂടെ കൂടെ ചെയ്ത് വരണം. ഇനി പതുക്കെ പതുക്കെ സ്പീഡായി പിടിക്കണം കേട്ടോ. ആ സ്പീഡ് എല്ലാവർക്കും കിട്ടണം കേട്ടോ. വരും ദിവസങ്ങളില് ഇപ്പൊ ഇനി ഈസ്റ്റർ കഴിഞ്ഞോട് പറഞ്ഞു, നാളെയും മറ്റന്നാളൊക്കെ സംശയം ആർക്കും വരാട്ടോ. വേണമെങ്കിൽ സെഷനൊക്കെ വെക്കാം. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് പറയണം, ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെറിയൊരു സെഷൻ വെക്കാം. ആവശ്യം വന്നാൽ മതി. ക്ലിയർ ചെയ്ത് പോകണം. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകണം. മനസ്സിലാവണ്ട, അല്ലെങ്കിൽ ചോരും ആകെ പ്രശ്നം. കുഴപ്പമില്ലല്ലോ. കുറച്ച് ദിവസം ഇതിനെ ചെയ്യാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോക്കോളും. ചെയ്ത് കഴിഞ്ഞാൽ അടുത്തേക്ക് കിടക്കട്ടെ. അടുത്ത ചോദ്യം എഴുതിയിരുന്നു മാഷ്. ചോദ്യം അടുത്തൊന്ന് സെറ്റ് ചെയ്യാൻ തന്നെ ചെയ്യാൻ പറ്റുമോ? തന്നെ ചെയ്യാൻ ഒരു അവസരം. 5 വേഗം ആവട്ടെ. 9 എണ്ണം ഇല്ല, 8 എണ്ണം കഴിഞ്ഞാൽ പോവാം. 8 എണ്ണം കഴിഞ്ഞിട്ട് പോവാൻ പറ്റും. എക്സ് സ്ക്വയർ പ്ലസ് xy പ്ലസ് y സ്ക്വയർ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. പെട്ടെന്ന് x സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? x സ്ക്വയറിന്റെ അവിടെ എന്ത് വെക്കണം? പ്രോഡക്റ്റ് വെക്കണം അല്ലേ? പറഞ്ഞേ. x ഇൻറ്റു dy by dx പ്ലസ് y ഇൻറ്റു 1 അല്ലേ? 1 എഴുതുന്നത്. പിന്നെ ആരാ? y സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ പറഞ്ഞു 2y ഇൻറ്റു dy by dx. കോമൺ ആയിട്ട് പുറത്തേക്ക് കാണിക്കാൻ പറ്റുമോ?
നോക്കാം എന്താ വരിക. മാക്കിണ്ട് കേട്ടാ, ഇത് മാക്കിണ്ട്. വേഗാവ് 8 അല്ല 9 എത്ര കണ്ടെന്നല്ലോ എട്ടാ പറഞ്ഞേ അല്ലല്ലോ 10 അല്ലേ അപ്പൊ എത്ര ഇനി 8 പറഞ്ഞോണേ അല്ലേ 8ലല്ലോ ആണോ? എന്നാ 8 അവസാനിപ്പിക്കാം പോരെ. അതിപ്പോ സമയം നേരത്തെയില്ല. അപ്പൊ നിന്റെ വായിച്ചു തെറ്റാ നോട്ടെ. ആ കറക്റ്റ് തന്നെ. 8 ഞാൻ പോവാം. എക്സ് സ്ക്വയർ ഡിഫറൻഷ്യല് വേറെ പറഞ്ഞേ പറയടാ. എക്സ് വൈ ഡിഫറൻഷ്യൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ആരാ? എക്സ് ആണ്. എക്സിന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 1 ആയതുകൊണ്ട് ഇനി അത് എഴുതുന്നില്ല, കുഴപ്പമില്ലല്ലോ. പ്ലസ് വൈ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 2y പറഞ്ഞേ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. മടി വേണ്ട കേട്ടോ, പറയട്ടോ. ആരാണ്? എക്സ് ഇല്ലാത്ത ടീമിനെ അങ്ങോട്ട് വിടാം. ഇവരിൽ എക്സ് ഇല്ല, എക്സ് അല്ല അവിടെ ശ്രദ്ധിക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടീമിനെ ഇങ്ങോട്ട് വിടാം, അപ്പുറത്തേക്ക് വിടാം. അപ്പൊ ബാക്കി ആരൊക്കെ വരും? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് 2x മൈനസ് 1. ശരിയല്ലേ? മൈനസ് 2x മൈനസ് 1. ഇവിടെ വരെ എത്ര കിട്ടി? കിട്ടിയിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ വെരി ഗുഡ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സിനോട് നിർത്താം. ഡി വൈ ബൈ ഡി എക്സ് നിർത്തുമ്പോ എന്താ വരിക? എക്സ് പ്ലസ് 2y ഈക്വൽ ടു മൈനസ് 2x മൈനസ് y. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് 2x മൈനസ് y ഓൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y. പണി കഴിഞ്ഞു. പറഞ്ഞോ എന്താ പറ്റിയത്? ഏതാ? അണ്ടർ ഡിഫറൻഷ്യൽ 0 കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? ഇല്ലേ? കുഴപ്പമില്ല, ഒരേ പഠിക്കോ? പ്ലസ് ചെലപ്പോ ഇൻഷുറൻസ് എടുത്ത് വെച്ചാ പഠിക്കും. ചെലപ്പോ പിന്നെ തല്ലി ഓടിപ്പിക്കേണ്ട അല്ലാണ്ട് അപ്പായിരുന്നു പറയുമ്പോ അല്ലേ? മക്കൾ ഇവിടെ പരിശീലിയായിരുന്നു, നീ പഠിക്കണ്ട അങ്ങനെ പറയുള്ളൂ. കിട്ടോടാ. 45 പിടിക്കോ? മാർക്ക് എന്തോ ഞാൻ പറഞ്ഞില്ലേ, 75 പേര് നോക്കി 8 പേർക്ക് പാസ്. ഫസ്റ്റ് കുണ്ടത്തിക്കോട് സ്കൂളിൽ ടീച്ചർ ചോദിച്ചത് 8 പേര്. നമ്മുടെ പിള്ളേർ നോക്കണം. എല്ലാവർക്കും കൊള്ളാണ്. ഇതൊക്കെ ഉണ്ടാവോ? അതൊരു പക്ഷേ വേറെ കാര്യം കേട്ടോ, അവളൊരു വർക്ക് ചെയ്ത റിസൾട്ട് ആയിട്ടോ, അത് ഉറപ്പാ. കുറച്ച് പണിയെടുത്തിട്ട് കഴിഞ്ഞാലോ അല്ലേ? മെന്റലായി അവസാനം മനുഷ്യന്. അതെന്താ പ്രശ്നം വന്നു കഴിഞ്ഞാലേ, ഈ ക്രിസ്മസ് എക്സാമിന് ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തില്ലേ, അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തേ വന്നു തുടങ്ങി. സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ 50 കണക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ, ഓർമ്മയുണ്ട്? ഇത് എന്താ പ്രശ്നം? വേറെ ചോദ്യമാണ് ചെയ്യേണ്ടത്, ടെക്സ്റ്റിലുള്ള ചോദ്യമാണ് പിന്നെ സുഖ. നമ്മളിത് കുറെ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്തടിച്ചു കോറടിച്ചോളം പറയാം. എനിക്ക് ക്ലാസ് എടുത്ത അവസാനം എന്തായി? മതിയോടെ കഴിയണില്ല. അതുപോലെ സീക്വൻസ് ഒക്കെ ഉണ്ടാവാൻ ചോദ്യം ചെയ്തു. അത് ആകെ ഒരു ടൈറ്റ് ഷെഡ്യൂളായി ആ സമയത്ത് അല്ലേ? പിന്നെ കാലത്തെ ക്ലാസ്, പിന്നെ വൈകിട്ട് ക്ലാസ് വന്നേ അല്ലേ? ആകെ ടൈറ്റായി. മറ്റവർക്ക് ഇതേ പ്രശ്നം. ഇപ്രാവശ്യം അത് സംഭവിക്കരുത്. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പോണം. പ്രാവശ്യം പോർഷൻസ് കുറച്ച് നേരത്തെടുക്കണം. പോർഷൻസ് തീർത്താൽ മാത്രം പോരാ, ഒരു പാട് കഴിയുമ്പോൾ കൈയോടെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ഇപ്രാവശ്യം കുറച്ചധികം ചെയ്യണം. മറ്റേത് എവിടേക്ക് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് അവസാനം ചെയ്യേണ്ടി വന്നു. അത് ഇപ്പൊ തന്നെ ചെയ്യണം. ഫിസിക്സ് ഒക്കെ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്തിരുന്നില്ലേ ലാസ്റ്റ് ടൈമില്? വേറെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? കൂടെ പഠിക്കണം. അപ്പൊ പിന്നെ ഇനി മാറ്റാണ്ടിരിക്കുക. തേങ്ങ കാണിച്ചാലും മാർക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നം. ഇപ്രാവശ്യം കുറച്ചുകൂടി ഡിഫിക്കൽട്ട്. +2കാരുടെ പരീക്ഷയ്ക്ക് CBSE-കാരുടെ മോഡൽ എക്സാമിന് വന്ന ചോദ്യം എവിടെ വന്നിട്ടുണ്ട്? അവരുടെ ഫൈനൽ എക്സാമിന് വന്നിട്ടുണ്ട്. മനസ്സിലായി? പറഞ്ഞിരുന്നു എടുത്ത് CBSE മോഡലിന് വന്ന ചോദ്യം നമ്മുടെ +2 ഫൈനൽ എക്സാമിന് ചോദ്യത്തിൽ കയറി വന്നു. ആരും പ്രതീക്ഷിക്കുന്നില്ല അന്നത്തെ ചോദ്യം. അപ്പൊ നല്ലപോലെ എന്ത് ചെയ്യുക? പഠിക്കുക. കഴിഞ്ഞ വർഷത്തെ പോലെ കാര്യങ്ങൾ എളുപ്പമാവണമെന്നില്ല. എത്ര പേർക്ക് കിട്ടിയത്? കറക്റ്റ് ഇവിടെ വരെ എത്തിച്ചവർ എത്ര പേരുണ്ട്? അത്യാവശ്യം ആൾക്കാരുണ്ട്. ചെയ്യാൻ കിട്ടുന്നുണ്ടപ്പോ വെരി ഗുഡ്. അവർക്ക്
ഗ്രിപ്പ് കിട്ടുന്നത് അതിന് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോക്കോളോ ഇടയിലോട്ട് കൊളാക്കിരിക്കും. അടുത്ത് എഴുത് 6 എക്സ് ക്യൂബ് പ്ലസ് ആയിക്കോട്ടെ എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു കോൺസ്റ്റന്റ് 81 ചെയ്തു പോകുന്നു കേട്ടോ, കൂടെ ചെയ്തു പോകുന്നു. എക്സ് ക്യൂബിന്റെ ഡിഫറൻഷ്യൽ എന്താ? എവിടെ നിർത്തിയ നമ്മള് രാധിക പറഞ്ഞു എക്സ് ക്യൂബിന്റെ ഡിഫറൻഷ്യൽ 3x സ്ക്വയർ പറഞ്ഞേ. നിവേദി ഇവിടെ എന്ത് വെക്കണം? 2x അല്ല, പ്രോഡക്റ്റ് വെക്കണം. ഇവിടെ എന്ത് വെക്കണം? പ്രോഡക്റ്റ് വെക്കണം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് dy ബൈ dx പ്ലസ് സെക്കൻഡ് ആരാ y ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ആരാ 2x. ഇത്രയും സാധനങ്ങളോടൊക്കെ വരും കേട്ടോ, കുഴപ്പമില്ലല്ലോ. പിടികിട്ടിയ മനസ്സിലായിട്ടില്ലേ? ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് y ആണ് സെക്കൻഡ് y ഡിഫറൻഷ്യൽ dy ബൈ dx പ്ലസ് 2 അല്ലേ ഇത് തന്നെയാണല്ലോ അല്ലെ. സെക്കൻഡ് ഫംഗ്ഷൻ ആരാ y, ഫസ്റ്റ് ആരാ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 2x ഇതപ്പല്ലോ പ്ലസ് ഇനി ആരാ അപ്പുറത്ത് പറഞ്ഞേ അൻവി ഇവിടെ എന്ത് വെക്കണം? പ്രോഡക്റ്റ് വെക്കണം. കറക്റ്റ് അല്ലേ പറഞ്ഞു? പ്രോഡക്റ്റ് പറഞ്ഞേ എന്താ ആൾ പറഞ്ഞു? അച്ഛൻ എന്ന് പറഞ്ഞു എന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു. x into ഫസ്റ്റ് ഫംഗ്ഷൻ വെരി ഗുഡ്. ഏതാ സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ ആരാ? സെക്കൻഡ് ഫംഗ്ഷൻ y ആണ്. അതെന്ത് y സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? 2y into dy by dx. ഇനി പ്ലസ് ആര് വരണം അവിടെ? ഇനി ആരാ? തിരിച്ചു പറഞ്ഞു സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? സെക്കൻഡ് ഫംഗ്ഷൻ y സ്ക്വയർ കറക്റ്റ് ആണ് into ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ആരാ? x ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 1 x ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 1. ബുദ്ധിമുട്ടുണ്ടാ? ഈസി അല്ലേ? പ്ലസ് പറഞ്ഞേ ഈ ആരാ? വെരി ഗുഡ് 3y സ്ക്വയർ into into y ന്റെ ഡിഫറൻഷ്യൽ ആരാ? into dy by dx. ഇത് ഇങ്ങനെ പ്രഭോ ഡാൻസ് ഒക്കെ കണ്ടല്ലോ മാഷു, പക്ഷെ സ്റ്റാറ്റസില് എന്നിട്ടാണ് ടച്ചോണ് കുട്ടീന് ശേഷമാണ് എന്നെ കണ്ടത്. ഈക്വൽ ടു 0. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ. ഇത്രയും സെക്ഷന് ഒന്ന് കേളി ബ്രാക്സിൽ കൊടുത്തു. ആവശ്യമായിട്ടൊന്നും അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അതെന്താ സാധനം? ഇതിന്റെ പ്രോഡക്റ്റാ ആണോ അല്ലേ? ഇത്രയും സെക്ഷൻ കൊടുത്തിടാം. ഇത് ഇതിന്റെ പ്രോഡക്റ്റ് ശരിയല്ലേ? അപ്പൊ അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യാം? എക്സ് dy ബൈ dx ഇല്ലാത്തവരൊക്കെ അങ്ങോട്ട് വിടാം. dy ബൈ dx ഉള്ളേന്ന് ആരെന്നെ കോമൺ ആയിട്ട് എടുക്കാം? dy ബൈ dx നെ രണ്ട് സ്റ്റെപ്പ് ഒരുമിച്ച് ചെയ്യട്ടെ, കുഴപ്പമുണ്ടോ? അപ്പൊ dy ബൈ dx ഇവിടെ കോമൺ ആയിട്ട് എഴുതണ്ടേ? പക്ഷെ dy ബൈ dx ഇൻറ്റു ഇവിടെ ഇതിന് dy ബൈ dx പുറത്തേക്ക് വന്ന ആരാ വരിക? ഇവിടെ ശ്രദ്ധിക്കുക, ആ സ്റ്റെപ്പ് ശ്രദ്ധിച്ചോ, നേരിട്ട് എഴുതണം. dy ബൈ dx പുറത്തേക്ക് വന്ന ഇവിടെ ആരാ വരിക? എക്സ് സ്ക്വയർ പ്ലസ് ഇതിന് dy ബൈ dx പുറത്തേക്ക് വന്ന ആര് വരും? 2y കുഴപ്പമുണ്ടോ? ഇനി ഇവിടെ ഇല്ലേ dy ബൈ dx, അതിന് പുറത്തേക്ക് വരുന്ന ആരാ? പ്ലസ് 3y സ്ക്വയർ. ശ്രദ്ധിക്കടാ, എഴുതല്ല, തിരക്കൂട്ടി എഴുതല്ല. നിങ്ങൾ തിരക്കൂട്ടി എഴുതിയിട്ട് അവസാനം ഒന്നും മനസ്സിലാവില്ല. വലിയ ആൾക്കാരെന്നെ സംഭവിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നു. അത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യണം ആരാ? അല്ലെങ്കിൽ ഞാൻ കൂടെ ചെയ്തോളം പറയില്ലേ? ഈ 3x സ്ക്വയറിനെ എവിടെ കൊണ്ടുപോയി? ഈക്വൽ ടു ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയില്ലേ? അപ്പൊ അതെന്തായി? മൈനസ് 3x സ്ക്വയർ ആയി. പിന്നെ ആരെങ്കിലും കൊണ്ടുപോയി? ആരാ? ഇവിടെ ആരുണ്ട്? 2xy ഉണ്ട്. തെറ്റിച്ചേർന്നു. 2xy ഉണ്ടെന്ന് അത് ഇപ്പുറത്താവുന്നല്ലേ? ഓക്കെ, ഈ 2xy നെ കൊണ്ടുപോവാം. അപ്പൊ പറയേ മൈനസ് 2xy പിന്നെ മൈനസ് ഈസി, കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്താ വരിക? അത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു. അതിന് മാറ്റിട്ട് രണ്ട് സ്റ്റെപ്പ് ആക്കണം. അതായത് മൂന്നെണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു, പിന്നെ പുറത്തേക്ക് എടുത്ത് ചെയ്യണോ? അങ്ങനെ ചെയ്യണോ? അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുപോകാത്ത വേറെ പരിപാടികളൊന്നുമില്ല. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 3y സ്ക്വയർ ഈസിയാണ് അല്ലേ?
ചെയ്തേപ്പോ അപ്പൊ അത് സെറ്റായി. കുറയാ സമയം എന്തായി? ഞാൻ നേരത്തെ ഓടാന്ന് വിചാരിച്ചാൽ അറിയത്തില്ലേ, പക്ഷെ 2 ഓടി ഉണ്ട്. ആറ് ചെയ്തില്ലേ നമ്മള്? 7 വേഗം കഴിയും. കുഴപ്പമില്ല, എഴുതാം. 7 മാറ്റിട്ടെ. നോക്കാം. 7 sin square y plus cos xy equal to pi. പല കാര്യങ്ങള് നമ്മളിവിടെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. പതുക്കെ തുടങ്ങിക്കോ, ചെയ്യാൻ പറ്റുന്ന പതുക്കെ ചെയ്ത് തുടങ്ങി. ആദ്യം ആരാ? സൈൻ സ്ക്വയർ വൈ എന്ന് പറയുമ്പോ അവിടെ ആരാദ്യം? സ്ക്വയർ. സ്ക്വയർ ഉണ്ട്, സൈൻ ഉണ്ട്, വൈ ഉണ്ട് അല്ലെ. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തുടങ്ങിക്കോ പതുക്കെ. സ്ക്വയർ വരുമ്പോ എന്താ വരിക? ചെയ്തിട്ടില്ലല്ലേ നമ്മള്? സ്ക്വയർ വരുമ്പോ എന്താ വരിക? 2 sin y. അത്രയേ ഉള്ളൂ. സ്ക്വയർ വരുമ്പോ എന്ത് വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്ട് വരാം. 2 sin y. പിന്നെ ആരാ ഉള്ളിൽ? ആരാ? സൈൻ. സൈൻ ഡിഫറൻഷ്യല് കോസ്. കോസ് y കഴിഞ്ഞ ഇല്ല. പിന്നെ ആരാ? y യുടെ ഡിഫറൻഷ്യൽ. y യുടെ ഡിഫറൻഷ്യൽ ആരാ? dy by dx പ്ലസ്. എതിർപ്പില്ലല്ലോ. അടുത്തതില് എത്ര ഉണ്ട്? 2 ഉണ്ട്. ആരൊക്കെ ഉണ്ട്? കോസും ഉണ്ട്, എക്സ് വൈ ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം ആരുടെ ഡിഫറൻഷ്യലാ? കോസിന്റെ ഡിഫറൻഷ്യൽ. കോസിന്റെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു, അത് ബ്രാക്കറ്റിലാക്കി, അത് എക്സ്പ്രഷൻ പറഞ്ഞതാണ്. ഇനി ആരുടെ ഡിഫറൻഷ്യലാ? എക്സ് വൈയുടെ ഡിഫറൻഷ്യൽ ആണോ? എന്ത് വെക്കണം? പ്രോഡക്റ്റ് വെക്കണം. പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞേ. ഫസ്റ്റ് ആരാ? സെക്കൻഡ് ആരാ? വൈയുടെ സെക്കൻഡ് ആരാ? സെക്കൻഡ് ഡി വൈ ഡി എക്സ് അല്ലല്ലോ. സെക്കൻഡ് ആരാ? വൈ. അതിന്റെ ഡിഫറൻഷ്യൽ ആര്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഫസ്റ്റ് സെക്കൻഡ് വൈ. സെക്കൻഡ് ഫസ്റ്റ് ആരാ? എക്സ്. എക്സിന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 1. എന്നിട്ട് ക്ലോസ് ചെയ്യാം. ഈക്വൽ ടു എത്രയാ? പൈ എടുക്കണോട്ടോ മാഫല്ലേ. ഈക്വൽ ടു എത്രയാ? 0. മനസ്സിലായ? പ്രശ്നമില്ലല്ലോ. ശ്രദ്ധിച്ച് ചെയ്തോളൂ. നമ്മളൊരു മെയ് 15 ഒക്കെ ആയിട്ട് എന്താണ് +1ന്റെ ക്ലാസ്സുകൾ തുടങ്ങും. ഓക്കെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ റിസൾട്ട് വന്ന് ഒരാഴ്ച ഗ്യാപ്പിലെങ്ങാൻ. അപ്പൊ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പറഞ്ഞോളൂ. ഓക്കെ, അതുപോലെ ഈ മാസം ഫീസ് എല്ലാവരും എന്ത് ചെയ്യണം? അടയ്ക്കണം. പിന്നെ സമയത്തിന് വരിക കേട്ടോ. ഇന്ന് ആരെങ്കിലും സമയത്തിന് വരണം കേട്ടോ. നേരമോള് സമയത്തിന് വന്നു. ഇനി അത് ശീലം അങ്ങനെ ആക്കിയിരിക്കും. നേരം വൈകി വരുന്നത് മുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്ന് വോയിസ് അയച്ചോളൂ കേട്ടോ. ഇന്നിപ്പോ മുടങ്ങി ഒരു പോട്ടെ, അടുത്ത ദിവസം വീട്ടിൽ നിന്ന് ഒരു വോയിസ് അയക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. കൊടുത്തപ്പോ മക്കളെ എവിടെ ശ്രദ്ധിക്കേ? ഇവിടെ ശ്രദ്ധിച്ചേ. ഇത് കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? കുറെ കാലമായിട്ട് ഇത് പണിതിരിക്കണു. ഇതെന്താ? സൈൻ 2x അല്ല 2y. സൈൻ 2y ഇൻറ്റു ആരാ? dy ബൈ dx. ഒരു കാര്യം ചെയ്യാം, ഒരു ശ്രദ്ധിക്ക്. ഇതിന് ഉള്ളിക്ക് മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടേ. അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. അപ്പൊ എന്താ വരിക? മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു ആരാ? പറയടാ. ഇൻറ്റു ആരാ? എക്സ് ഇൻറ്റു dy ബൈ dx പ്ലസ് മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു ആരാ? ഇൻറ്റു ആരാ? വൈ. ഇത് പറയാത്തെ പറയേ. ഈക്വൽ ടു എത്രയാ? ഒരു കാര്യം ചെയ്യാം, ഇതിനങ്ങോട്ട് കൊണ്ടുപോകണ്ട. പക്ഷെ ഇതിനങ്ങോട്ട് കൊണ്ടുപോകണു. ഇതിന്ന് ആരെ കോമൺ ആയിട്ട് പുറത്തെടുക്കണു. അപ്പൊ dy ബൈ dx പുറത്തെടുക്കുമ്പോ എന്താ വരിക? dy ബൈ dx ഇൻറ്റു സൈൻ 2y മൈനസ് സൈൻ എക്സ് വൈ ഇൻറ്റു എക്സ്. ഇതാ പുറത്തേക്ക് പോകുമ്പോ എന്താവും? പോസിറ്റീവ് ആവില്ലേ? സൈൻ എക്സ് വൈ ഇൻറ്റു വൈ ആണോ?
ശരിയല്ലേ? അപ്പൊ dy by dx എന്താ വരിക പറഞ്ഞേ? dy by dx equal to sin xy into y by sin 2y minus sin xy into x. Sin xy into y divided by sin 2y minus sin xy into x. Correct. സമയം എന്തായി? 8:25. നമുക്ക് കാര്യം ചെയ്യാം, നേരത്തോടാം. ഒരു ചോദ്യം ഹോംവർക്ക്. അപ്പൊ ഞാൻ അവിടെ ചെയ്തു പോലെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ചെറിയ ചോദ്യം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ ചടവാന്ന് പറഞ്ഞേ ഈക്വൽ ടു 1. ആദ്യം ആരയില്ലേ സ്ക്വയർ പെട്ടെന്ന് പറഞ്ഞേ. സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? 2 sin x. മറ്റേത് എഴുതി കഴിഞ്ഞില്ലേ? എന്നാ അവസാനിപ്പിക്കേ? കഴിഞ്ഞോ? ആ സ്പീഡായി. സൈൻ്റെ ഡിഫറൻഷ്യല് കോസ് എക്സ്. എക്സിന്റെ ഡിഫറൻഷ്യല് 1. എഴുതണോ? വേണ്ട അല്ലേ? അടുത്ത് കോസ് സ്ക്വയർ വൈ. ആദ്യം ആരാ സ്ക്വയർ? അപ്പൊ എന്താ വരിക? 2 കോസ് വൈ. കോസ് വൈയുടെ ഡിഫറൻഷ്യല് മൈനസ് സൈൻ വൈ ഈക്വൽ ടു ഇൻറ്റു ആരാ? dy by dx വരില്ല, ഇവിടെ y ഇല്ലേ? അപ്പൊ ഇൻറ്റു എന്ത് വരും? dy by ഈക്വൽ ടു എത്രയാ? 0. ഒന്ന് മനസ്സിലാക്ക്. സംശയം ചോദിക്കാം. നോക്കി കറക്റ്റ് അല്ലേ? ആദ്യം സ്ക്വയർ 2 sin x ആക്കി. sin x ന്റെ ഡിഫറൻഷ്യല് cos x. പിന്നെ സ്ക്വയർ 2 cos y. cos y ഡിഫറൻഷ്യല് മൈനസ് sin y. പിന്നെ ആരാ? dy by dx. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ? ശ്രദ്ധിക്കുക. ഇത് കണ്ടിട്ട് വല്ല തോന്നുന്നുണ്ടോ? sin 2x മൈനസ് എന്താ പെട്ടെന്ന് മൈനസ്? ഈ മൈനസ് എതിർപ്പില്ലല്ലോ. വായിച്ചേ 2 തുടർന്ന് വയ്ക്കേ 2 sin y എന്താ സാധനം? sin 2y. മനസ്സിലായില്ല? ഇവിടെ ഉണ്ടല്ലോ ഈ സാധനം തന്നെയല്ലേ ഇപ്പുറത്ത്. വൈയുടെ ടൈമാന്ന് മാത്രം. എന്താ? sin 2y into ആരാ? dy by dx equal to 0. കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? പ്രശ്നമുണ്ടോ? പഴയ ഐഡന്റിറ്റി തന്നെ അല്ലേ? അപ്പൊ എന്താ വരിക? ഇതിന്റെ മൊത്തത്തിൽ അങ്ങനെ കിടക്കാം. അപ്പൊ എന്താ വരിക? sin 2x equal to positive sin 2y into dy by dx. അപ്പൊ എന്താ വരിക? sin 2x all divided by sin 2y equal to dy by dx. എതിർപ്പില്ലല്ലോ? കറക്റ്റ് അല്ലേ? ഓക്കെ. sin 2x by sin 2y. സെക്ഷൻ കഴിഞ്ഞു.